ഇതാണ് വാളയാർ കോയമ്പത്തൂർ റെയിൽപാത. 12ലധികം ആനത്താരകളാണ് ഇത് മുറിച്ച് കടന്നു പോകുന്നത്. 2 ട്രാക്കുകൾ. ഇതിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി തീവണ്ടി ഇടിച്ചിട്ട കാട്ടാനകൾ നിരവധിയാണ്. കഞ്ചിക്കോടിനും വാളയാറിനുമിടയിൽ പ്രധാനപ്പെട്ട 8 ആനത്താരകളാണുള്ളത്. അതിലൊരു ആനത്താരയാണിത്. ഇതുവഴി ആന പുറത്തേക്ക് വരുമ്പോൾ ട്രാക്കിലേക്ക് കടന്നാൽ ട്രെയിൻ തട്ടും. അതാണ് ഇവിടെ പതിവായി അപകടങ്ങൾക്ക് കാരണമാകുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് കാട്ടാനകളെ രക്ഷിക്കാമെന്ന ചിന്തയാണ് ഒടുവിൽ ഫെൻസിങ്ങിലെത്തിയത്. ഇതാണ് കൊട്ടാമുട്ടി. ഏറ്റവും അധികം ആന അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ 4.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ് ഫെൻസിങ് വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ആന പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഈ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ ഫെൻസിങ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫെൻസിങ് മാത്രമല്ല, കാട്ടാനകൾ ട്രാക്കിനോട് അടുത്ത് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വാച്ചർമാരുമുണ്ട്. വാളയാറിൽ നിന്ന് നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. ഈ ട്രെയിൻ കടന്നു പോകുന്നിടത്തെല്ലാം ആനത്താരകളാണ്. തമിഴ്നാട് വനമേഖലയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ട്രാക്കുകൾ ഉയർന്നു നിൽക്കുന്നതിനാൽ ആനത്താരകളിൽ അണ്ടർപാസ് നിർമ്മിച്ചാണ് തമിഴ്നാട് വനംവകുപ്പ് കാട്ടാനകളുടെ സഞ്ചാരം സുഗമമാക്കിയിരിക്കുന്നത്. ആനകൾക്ക് റെയിൽവേ ട്രാക്കിനടിയിലൂടെ സുഗമമായി കടന്നു പോകാൻ കഴിയും. അതേസമയം കഞ്ചിക്കോടിനും വാളയാറിനുമിടയിൽ ഇത്തരത്തിലുള്ള അണ്ടർപാസുകൾ സാധ്യമല്ല. AI സാങ്കേതിക വിദ്യയും തമിഴ്നാട് വനംവകുപ്പ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആനകൾ കാടിറങ്ങി വരുന്നത് തടയാൻ എന്തുകൊണ്ട് ഇത് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം. ഒന്നിനും മാർഗങ്ങളില്ലാഞ്ഞിട്ടല്ല. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.